പ്രബുദ്ധരായ നമ്മുടെ SKDയിലെ ഭരണ നേതൃത്വമേ, സഭാ വിശ്വാസ സമൂഹമേ, പോലീസ് ഉദ്യോഗസ്ഥരെ, എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പറഞ്ഞത് ആവർത്തിക്കാതെ ഒന്ന് രണ്ട് കാര്യം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് പുരോഹിതന്മാർ ഇവിടെ വന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവിന്റെ ചരിത്രമുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് വന്നത് ഞാൻ വായിച്ചു, ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അത് നിങ്ങളുടെ മുമ്പ് ഞാൻ പറയാം. നെബൂഖദ്നേസർ എന്ന ഒരു ബിഷപ്പ്, ധർമ്മരാജവസാല ബിഷപ്പ്, പ്രവീൺ എന്ന ബിംബത്തെ, സ്വർണ്ണ ബിംബത്തെ ഉണ്ടാക്കിയിട്ട് വേദരാജ് തുടങ്ങിയ വ്യക്തികളെ കൊണ്ട് പറയിക്കുകയാണ് അവരെ ആരാധിക്കണം, ആരെ ഈ സ്വർണ്ണ ബിംബത്തെ വണങ്ങണം. അതിന് പറ്റില്ല എന്ന് ഉറച്ചു നിൽക്കുന്ന ശദ്രക്, മേശക്, അബേദ്നഗോ ആണ് ഈ വന്ന പ്രിയപ്പെട്ടവരെല്ലാവരും. അങ്ങനെ ഉറച്ചു നിൽക്കുന്നവരാണ്, ഇനി ഉറച്ചു നിൽക്കും. ഇന്നലെ വരെ എനിക്ക് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായി. എന്റെ സഭയിലെ സെക്രട്ടറിയെ വിളിച്ച് പലരും പറഞ്ഞു, എനിക്കുണ്ടായി. എന്റെ ഫാമിലിയെ, പാരന്റ്സ് വൃദ്ധരാണ്, അവരെ വിളിച്ച് പലരും പറഞ്ഞു. അപ്പോ സമ്മർദ്ദത്തിന് വഴങ്ങാതെയാണ് പ്രിയരെ ഈ ഒരു വലിയൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടുന്നത്. മാത്രമല്ല, ഇതൊരു പ്രതിരോധത്തിന്റെ, കഠിന പ്രയത്നത്തിന്റെ, ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിളിച്ചു പറഞ്ഞവരോടെല്ലാവരോടും പറഞ്ഞു, ഞങ്ങൾ ഇത് കഴിയുമ്പോ ഞങ്ങൾക്ക് സസ്പെൻഷൻ ഓർഡർ വരും, ഉറപ്പാണ്. പക്ഷെ ഞങ്ങൾ അവിടെ കൊണ്ട് അടങ്ങില്ല. എനിക്ക് 9 മാസമായ കൊച്ചുണ്ട്. ഞാനും ഭാര്യയും കൊച്ചും സെക്രട്ടേറിയറ്റ് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാവും. ഒരു വ്യത്യാസമില്ല. തിരിച്ചു വിടണമെങ്കിൽ തിരിച്ചു വിട്ടോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതിനിറങ്ങുന്നതിന് കാരണം ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ജനാധിപത്യ വ്യവസ്ഥയുണ്ട്. ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ മുന്നോട്ട് പോവുക, ജനത്തിന്റെ പക്ഷം നിന്ന് പ്രവർത്തിക്കുക, ഇത്ര മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇദ്ദേഹം സെക്രട്ടറി ആകുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ എലക്ടഡ് ആളായിരിക്കണം. എലക്ട് ചെയ്ത് അദ്ദേഹം വരട്ടെ, കുഴപ്പമില്ല. TT പ്രവീണിന് ആ സീറ്റിലിരിക്കാം, പക്ഷെ എലക്ട് ചെയ്ത് വരട്ടെ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അതെ അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിൽ ആവർത്തിക്കില്ല. അപ്പൊ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും ഇവിടെ സംരക്ഷിക്കുക. മറ്റൊന്ന്, നമുക്കറിയാം, ബിഷപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ദൈവത്തെക്കാൾ അപ്പുറമൊന്നും അല്ല. നമുക്ക് നമ്മുടെ വേദപുസ്തകം പഠിച്ചാൽ ആരാണ് പാപി? ഉടമ്പടി അനുസരിക്കാത്തവൻ ആരാണോ അവനാണ് പാപി. ഉടമ്പടി അനുസരിക്കണം. വേദപുസ്തകം പറയുന്ന കാര്യം നമുക്കറിയാം. ഏറ്റവും വലിയ പ്രവാചകനാണ് മോശ. പക്ഷെ മോശയെ കൊല്ലാനായിട്ട് ദൈവം ദൂതനയച്ചു. എന്താ കാര്യം മോശയെ കൊല്ലാൻ ദൂതനയച്ചതിന് കാരണം? ഉടമ്പടി തന്റെ കുടുംബത്തിന് പാലിച്ചില്ല. അത് മാത്രമാണ് കാര്യം. കാരണം ഇതാണ്, പരിച്ഛേദന എന്ന് പറയുന്നത് വലിയ കർമ്മമാണ്, വലിയ ഒരു വിശ്വാസത്തിന്റെ കാര്യമാണ്. അത് ജനത്തിന് ചെയ്യുമ്പോ തന്റെ മക്കൾക്ക് പരിച്ഛേദന ചെയ്യാത്തതിന്റെ കാരണത്താൽ മോശയെ കൊല്ലണമെന്ന് ദൈവം തീരുമാനിച്ചു, ദൂതനയച്ചു. എന്നാൽ അവിടെ സംഭവിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ട് അവിടെ സിപ്പോറ, മോശയുടെ ഭാര്യ, ഒരു കൽക്കത്തി എടുത്ത് മക്കൾക്ക് പരിച്ഛേദന കൊടുത്തു. ഞാൻ പറയുന്നത്, ഒരുപക്ഷെ അച്ഛന്മാർക്ക്, ബിഷപ്പന്മാർക്ക് തെറ്റുപറ്റാം, പക്ഷെ കുടുംബമെങ്കിലും ഉപദേശിക്കാനുണ്ടാകണം. ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങളാരും പരിശുദ്ധരല്ല. പക്ഷേ ഞങ്ങളുടെ ഭാര്യയൊക്കെ ചെയ്യുന്നത് ഇതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കാച്ചി കുറുക്കി പറഞ്ഞു തരും, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ ചില വേദികളിലൊക്കെ നിൽക്കുമ്പോ നമ്മൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, നോട്ടം ഇങ്ങനെ നിൽക്കും. നിങ്ങൾ എന്താ ഇങ്ങനെ തന്നെ ഒരു സൈഡിരുന്ന് പലപ്പോഴും നമ്മളെ തിരുത്തുന്ന നമ്മുടെ ഭാര്യയാണ്. അങ്ങനെ ഒരു ഭാര്യ അച്ഛനുണ്ടെങ്കിൽ, ഒരു ബിഷപ്പിനുണ്ടെങ്കിൽ വിജയിച്ചു. പക്ഷെ അത് ഇല്ലാതെ പോയി എന്നതാണ്, അതില്ലാതെ പോയി. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടം കൊണ്ട് തീരുന്നില്ല. ഞങ്ങളൊക്കെ കഠിന അധ്വാനം ചെയ്ത് പഠിച്ചു വന്നതാണ്.
നിങ്ങൾക്കറിയാം, ഞാൻ കണ്ണമൂല സെമിനാരിയിൽ പഠിക്കുമ്പോ എനിക്ക് ഫീസ് കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ പ്രിൻസിപ്പൽ ഇറക്കി വിട്ട ആളാണ് ഞാൻ. മെമ്മ വാങ്ങിച്ച ആളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ വന്നു എന്റെ അന്ന് ബിഷപ്പിനോട് കുറച്ചെന്തെങ്കിലും സഹായം വാങ്ങിക്കാൻ. നീ ഇറങ്ങി പോകുന്നുണ്ട് പറഞ്ഞയച്ചത്. ഞാൻ പോയത്, ഞാൻ തെങ്ങ് കയറിയാണ് പഠിച്ചത്. ഞങ്ങൾ കണ്ണമൂല സെമിനാരി പഠിച്ചപ്പോ ഈ അന്തസ്സുണ്ട്, ഈ അഭിമാനമുണ്ട്. കുപ്പായ ഇട്ട് ഇന്നും തെങ്ങ് കയറുന്നതിൽ ഒരു വിരോധമില്ല. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും നിൽക്കുകയില്ല. കാര്യം ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇന്നലെ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞത്, എന്നാണോ പിരിച്ചുവിടുന്നത് അന്ന് ഗെയിം പോയിന്റ് വേറെ ആയിരിക്കും, ഗോളടി ഫൈനലായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോടെന്ന് പറഞ്ഞവരോട് എല്ലാവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ മാനസിക പവറിലാണ് ഞങ്ങൾ ഇത്രയും പേര് വന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സീനിയർ അച്ഛന്മാർ, നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ശോഭയുള്ള കിരീടം വെച്ചിരിക്കുന്ന സീനിയർ അച്ഛന്മാർ ഇറങ്ങുന്നത് വേദന കൊണ്ടാണ്, നരകിക്കുന്നുകൊണ്ടാണ്, സഭയിൽ നടക്കുന്ന ജീർണത കണ്ടിട്ടാണ്. ഈ ജീർണത ഇവിടെ മാറിയേ പറ്റൂ, ഈ അരാജകത്വം ഇവിടെ നിന്നേ പറ്റൂ. അതുകൊണ്ട് കഠിന പ്രയത്നം ഉണ്ടാകും, ചെറുത്തുനിൽപ്പുണ്ടാകും. ഇതിനൊക്കെ മുന്നോട്ട് ഞങ്ങളുടെ ഭാഗവും വൈദികരുടെ ഭാഗവും നിങ്ങളോടൊപ്പം ഉണ്ട്. ജനത്തെ ഇറക്കി വിട്ടിട്ട് മാറി നിൽക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.